അതിനെ അടുത്ത് നിൽക്കണം. അതാണ് ഫസ്റ്റ്. ഇത്രയും മതിയോ? അത്രയും വേണ്ട. വെൽക്കം ടു എ ന്യൂ വ്ലോഗ്. കറക്റ്റാ പറഞ്ഞു. ഓക്കെ, സോ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു വളരെ സ്പെഷ്യൽ ഒരു ഇവന്റിന് പോവാണ്. ആക്ച്വലി സെലിബ്രേഷൻ ഓഫ് ലവ്. അതുകൊണ്ട് നമുക്ക് പിന്നെ നമ്മളില്ലാതെ നടക്കില്ലല്ലോ. ലവിന്റെ എന്താ അതെ, എസ്പെഷ്യലി ഞാൻ അതിലൂടെ എന്നെ പോലത്തെ റൊമാൻറ്റിക് ആള് പിന്നെ വേറെ ഇല്ല. വേറെ കാര്യമുണ്ട്, ക്യാമറ ഓൺ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ ഫൈറ്റിംഗ് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല. സോ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് പറയാം. രണ്ടുപേര് ഇപ്പൊ രണ്ട് വഴിയിലാണ് പോകുന്നത്. നിങ്ങളുടെ കമ്മല് നോക്കി, അടിപൊളിയാ. ഓക്കെ, സോ നമ്മുടെ ഷോപ്പിലത്തെയാണ്, സ്പാർക്കിളിലാണ്. സോ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. സോ ഇവന്റ് നടക്കുന്നത് ഈ സുഭാഷ് പാർക്കിലാണ്. ഭയങ്കര റഷാണ്. ഹോട്ടൽസ് മലയാള മനോരമയാണ് നടത്തുന്നത്. ആൻഡ് ദേ ഡെക്കറേറ്റഡ് ദ പ്ലേസ് സോ വെൽ. സെലിബ്രേഷൻ ഓഫ് ലവ് അല്ലേ, കുറയ്ക്കാൻ പാടില്ലല്ലോ. ഓക്കെ, രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങി രണ്ട് വഴി പോയിട്ട് ഇപ്പൊ ഇവിടെ വെച്ച് കാണുവാണ്. ജോയിന്റ് ആവാണ്. അതിന്റെ പെർഫെക്റ്റ് പ്ലേസ് ജോയിൻ ആണ്. സോ ഇപ്പൊ നമ്മള് ഇവിടുത്തെ സുഭാഷ് പാർക്കിലാണ്. M4 മാരിയും ഹോട്ടേഴ്സിനും കൂടെ ഒരു ഫംഗ്ഷൻ, എസ്പെഷ്യലി പവർഡ് ബൈ മനോരമ, മലയാള മനോരമ നടത്തുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഇവിടെ. ഇറ്റ്സ് ജസ്റ്റ് സെലിബ്രേറ്റിംഗ് ലവ് വിച്ച് വി ഡു എവറി ഡേ. ആവശ്യമുള്ളവരുണ്ടല്ലോ. ഈ M4 മാരിയുടെ നമ്മളൊരു ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് അവരിവിടെ കാണിച്ചിട്ടുണ്ട് എത്ര 1000 ആൾക്കാരാണെന്നറിയോ ഹാസ് എൻഡഡ് അപ്പ് ടുഗദർ and met the love of their life through this site. So actually it's such a privilege to be here. And ഇവിടെ ഒരു സർപ്രൈസും കൂടെ ഉണ്ട്. നമ്മള് യൂറോപ്പിലൊക്കെ കാണുന്ന പോലെ ഇവിടെ 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, സെൽഫി ബൂത്ത് ഉണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടോ പാർട്ട്ണർ ആയിട്ട് വന്ന് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. നല്ല കിട്ടുന്ന സെൽഫി ബൂത്ത് ഉണ്ട്. സെക്കൻഡ്, ലവ് ലോക്ക് ഉണ്ട്. ഈ ലവ് ലോക്ക് എന്ന് പറയാൻ എല്ലാം ഡീറ്റെയിൽ കാണിച്ചു തരാം. നമ്മൾ പേര് എഴുതിയിട്ട് വെക്കുകയാണ്. ആൻഡ് അത് നമ്മള് യൂറോപ്പിലും ചൈനയിലും ജപ്പാനിലും കൊറിയയിലൊക്കെ ഉണ്ട്. ഇപ്പം കൊച്ചിയിലും ഉണ്ട് നമ്മുടെ. പിന്നെ ടാങ്കോ ഡാൻസ് ഉണ്ട്. അത് ഞങ്ങൾ കളിച്ച് കാണിച്ചു തരാം. അതെ, അപ്പൊ ഇത് 3 days 3 days 30th വരെ ഉള്ളൂ. സോ എല്ലാരും വന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഇവിടെ വേറെ കുറെ ഹോൾസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ചിക്കിങ്ങും അല്ലാതെ കുറെ ഫുഡിന്റെ സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ പെർഫെക്റ്റ് വേ ടു സ്പെൻഡ് ദി ഈവനിങ്. എല്ലാരും വരെ എന്തായാലും ഫുൾ കാണിച്ചു തരാം. ആൻഡ് വെൽക്കം ടു എ വ്ലോഗ് ഫിൽഡ് വിത്ത് ലവ്. ഓക്കെ, സോ ഗൈസ്, ഫസ്റ്റ് എക്സ്പീരിയൻസ് സോൺ എന്ന് പറയുന്നത് ടാങ്കോ ഡാൻസ് ആണ്. ഈ ടാങ്കോ ഡാൻസ് ആണ് ഒരു ഡാൻസ് ഓഫ് ലവ് ആണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. ലവ് അല്ലേ, നമ്മുടെ പെരുമാറ്റം തന്നെ ഡാൻസ് പോലെ തന്നെയായിരിക്കും. പ്രിയയുടെ ഭാവങ്ങളാണെങ്കിൽ അതിന്റെ അപ്പുറം ഡാൻസ് പോലെ ആയിരിക്കും. സോ ഞാൻ ടാങ്കോ ഡാൻസിനെ ഞങ്ങൾക്ക് കുറച്ച് പഠിപ്പിച്ചായിരുന്നു. സോ നമ്മൾ ആ കുട്ടിയോട് ചോദിക്കാം എന്തായി ടാങ്കോ ഡാൻസ് ഉള്ള ക്ലിയർ ആയിട്ട്. പക്ഷെ ഞങ്ങൾ പഠിപ്പിച്ചതുകൊണ്ട് ഞങ്ങൾ ഇവിടെ എക്സ്പേർട്ട് ആയിട്ട് കളിക്കുമായിരിക്കും കേട്ടോ. കാണിച്ചു തരാവേ. കുറെ കിട്ടി കേട്ടോ, കുറെ ചവിട്ട് കിട്ടിയിട്ടാണ് ഇപ്പൊ കളിക്കാൻ പോകുന്നത്. ഓക്കെ, ആനാണ് നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. ഒരുപാട് കഷ്ടപ്പെടും ആനെ നമ്മളെ പഠിപ്പിക്കാനായിട്ട്. അപ്പൊ ടാങ്കോ ഡാൻസ് എന്താണ് ആക്ച്വലി? ടാങ്കോ ഡാൻസ് ബേസിക്കലി ഒരു ഡൊമിനിക് റിപ്പബ്ലിക്, ഒരു സ്പാനിഷ് ഒറിജിൻ ഒരു ഡാൻസ്, ലാറ്റിൻ അമേരിക്കൻ ഡാൻസ് ആണ്. ആക്ച്വലി ഇറ്റ്സ് മോർ ഓഫ് എന്താ പറയാ, ഒരു ഡ്രമാറ്റിക്, സെൻഷ്വൽ, മോർ ഓഫ് കപ്പിൾ സോർട്ട് ഓഫ് ഡാൻസ് ആണ്. കൂടുതൽ കണക്ഷൻ വരുന്ന ഒരു സമയം. ഈ മറ്റേ ജിന്ദഗി മിലേഗി ദുബാരയിലെ സാൽസ, ടാങ്കോ, ബച്ചാത്ത, എവറിത്തിങ് ഈസ് ഓൾ ഓഫ് ദാറ്റ്. ആ ഒരു സൈഡിലേക്ക് വരുന്ന ഒരു പ്രത്യേകത, ഒരു സെൻഷ്വൽ സോർട്ട് ഓഫ് ഡാൻസ് ആണ്. പാടാണോ പഠിക്കാൻ? അങ്ങനെയില്ല. If you get the basics, if you have the connection, it looks more elegant. If the couples have the connection. If you have the couples. Okay. So thank you. ഇവിടെ വരുന്ന എല്ലാരും you will be there. I'll be there for you guys. Okay. Thank you. Yeah, sure. ഇപ്പൊ അടുത്ത് നിൽക്കണം. അതാണ് ഫസ്റ്റ്. ഇത്രയും മതിയോ? അത്രയും വേണ്ട. ഓക്കെ, എന്നിട്ട് 1 2 3 4 5 6 7 8 പിന്നെ 1 1 2. എന്നിട്ട് ഇങ്ങനെ കറക്കി ഇപ്പുറത്തോട്ട് ഇടുക. ഇപ്പുറത്തോട്ട് ഇടാനോ? ഇങ്ങോട്ട് വരിക. എന്നിട്ട് 1 2 3 4
കണ്ണിന്ന് കണ്ണെടുക്കാൻ പാടില്ല. ഇപ്പോഴെങ്കിലും അതെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് 2 കറക്കുക, എന്നിട്ട് ഇങ്ങോട്ട് വലിച്ച് ഫിനിഷ് ചെയ്യുക. സോ ഇതൊരു ടാഗോ ഡാൻസ് ആണ്. നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ്, ഇറ്റ്സ് ജസ്റ്റ് ഫൺ ടു കണക്ട് ആൻഡ് ഡു ഓൾ ദിസ്. ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ 3 കോൺടെസ്റ്റ് ഉണ്ട്. ഒന്നൊരു സെൽഫിയുടെ, പിന്നെ ഒന്ന് ലവ് ലോക്ക്. ഇത് 3 നമ്മള് ഷൂട്ട് ചെയ്തിട്ട് സ്റ്റോറിയോ പോസ്റ്റോ എന്തായിട്ട് ഹാഷ്ടാഗ്സ് ഒക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല കിടിലൻ ഗിഫ്റ്റും ഉണ്ട്. സോ എന്തായാലും വരുക. 3 ദിവസം മാത്രമേ ഉള്ളൂ, 30th വരെ ഉള്ളൂ. ജസ്റ്റ് കം ഹിയർ, ഹാവ് ഫൺ, ആൻഡ് ചിലപ്പോ നല്ല കിടിലൻ ഗിഫ്റ്റും കിട്ടാനായിരിക്കും. എനിക്ക് ലവ് ലോക്ക് കൂട്ടാൻ ഭയങ്കര ഒരു അടുത്ത സെൽഫി. നൈസ്, അടിപൊളി. അപ്പൊ നമ്മുടെ ഈ കൈയടിക്കുന്നത് നമ്മള് ഡാൻസ് കളിച്ചിട്ട് ആഡ് ചെയ്യാം. വന്നിരിക്കുമല്ലോ പവർ ഓഫ് എഡിറ്റ്. എനിക്കത് ഈ കോളേജ് ക്രൗഡ് മൊത്തം ഇവിടെ ഉണ്ട് കേട്ടാ, ബിക്കോസ് മഹാരാജാസ് സെന്റർസ് ഒക്കെ അടുത്തല്ലേ. എല്ലാം ഉണ്ട്. സത്യം പറയാ, പെൺകുട്ടികളാണ് സ്മാർട്ട്, ആണുങ്ങളാണ് നാണം പിടിച്ചിരിക്കുന്നത്. പോയി കളിക്ക്. പ്രിൻസിനോട് പറയാ, പ്രിൻസ് ഓടുന്ന ആ സൈഡിൽ നിന്ന്. കണ്ട, ഗേൾസ് ആണ് സ്മാർട്ട് കേട്ടാ. അതെ, പിന്നെ അടുത്തത് ലവ് ലോക്ക് എന്നുള്ള പരിപാടിയാണ്. എന്തായാലും ലോക്കായി, ഇനി അത് ഒഫീഷ്യൽ ആക്കാനാ. എന്തായാലും ലോക്കിൽ പെട്ടിരിക്കുകയാണ്, ഇനി വേറെ ഓപ്ഷൻ ഇല്ല. ഇനി പൂട്ടും കൂടെ ഒന്ന് വെച്ച് ലോക്ക് ചെയ്യാം, ഒരു കൺഫർമേഷൻ അല്ലേ. ഓക്കെ, അപ്പൊ പേര് എഴുതണം. എവിടെ എഴുതണ്ട നമ്മള്? ഏതിലാ എഴുതണ്ടേ? ഓക്കെ, ഓക്കെ. നമ്മൾ പേര് എഴുതിയിട്ട് ഇതുപോലെ ഇവിടെ ഹാഷ്ടാഗ്സ് ഉണ്ട്, അത് ഇട്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഗിഫ്റ്റ് ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ എഴുതട്ടെ? എഴുതിക്കോ. എവിടെ എഴുത്? ഞാൻ നാളെ വിളിച്ചിട്ട് ജസ്റ്റ് പേര് മാത്രം. ഒരു കാര്യല്ലേ, നമ്മുടെ ജെഫറിനുണ്ടായിരുന്നെങ്കിലേ ഇതൊന്നും തികയാതെ വരും. ഇത് മൊത്തം എടുത്താലും തികയില്ല ലവ് ലോക്ക് ചെയ്യാനായിട്ട്. ഇനി തരൂ എന്ന് പറഞ്ഞേനെ. ഇനി ഇത് കൊണ്ടുപോയി ഇത് ഇതിന്റെ അകത്ത് ഇട്ടിട്ടല്ലേ, എന്നിട്ട് കീ എന്ത് ചെയ്യണം? അങ്ങനെയാണോ? ആരും എടുക്കാൻ പാടില്ലല്ലോ. അത് ലോക്കായി പോയല്ലോ. ലോക്കായി. ഇനി കീ ആർക്കും കിട്ടരുത്. ലോക്കാണ്, അൺലോക്ക് ചെയ്യാൻ പറ്റരുത്. അങ്ങനെയാണോ? അങ്ങനെയാ. സോ നിങ്ങൾ കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറയാം. ഇവിടെ വന്ന് 3 കാര്യങ്ങൾ, ഒന്ന് സെൽഫി, ഒന്ന് ലവ് ലോക്ക്, ഒന്ന് ടാങ്കോ ഡാൻസ്. ഇത് 3നും എടുത്തിട്ട് @M4Marry ടാഗ് ചെയ്യുക. ഹാഷ്ടാഗ്സ് M4Marry ലവ് ലോക്കും #M4Marry ടാങ്കോ ഡാൻസ്. ഇത് മാത്രം ഇട്ട് നിങ്ങളൊന്ന് പോസ്റ്റോ സ്റ്റോറി എന്തെങ്കിലും ഇട്ടാൽ മതി. കിടിലൻ ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഗണപതി തേങ്ങ ഉടക്കാൻ പോകുന്ന പോലെ പ്രാർത്ഥനയൊക്കെ വരും. നമ്മൾ ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? പ്രാഗിലൊരു ബ്രിഡ്ജ് മൊത്തം ഇതാ. ഫസ്റ്റ് ടൈം ആയിരിക്കും അല്ലേ? ആദ്യം പോയപ്പോ ചെയ്തിട്ടുണ്ട്. മേളിൽ തന്നെ ഇടാല്ലേ? എന്നിട്ട് കീ അങ്ങ് ദൂരെ എറിഞ്ഞോട്ട്, ആരും എടുക്കാൻ പറ്റാത്ത രീതിയില്. മതി. ഇതെന്താ മറ്റേ താലിയെട്ടത് കാട്ടി ടെൻഷനാണല്ലോ. താലിയെട്ടിന് ഇത്രയും ടെൻഷൻ ഇല്ലായിരുന്നു. കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട് കേട്ടോ പ്രിയയുടെ. ഓക്കെ, അപ്പൊ സീൽ ചെയ്ത് അങ്ങ് എറിഞ്ഞ, ആരും എടുക്കാത്ത രീതിയിൽ തലേ പോയി വീഴും. എറിഞ്ഞോ? ഓക്കെ, ഇനി സെൽഫി. ഇവിടെ മമ്മൂട്ടി ആണ് ഇനോഗ്രേറ്റ് ചെയ്ത. കമൽഹാസൻ, മഞ്ജു വാര്യർ ഒക്കെ വരുന്നുണ്ട്. ഓരോ സെഷൻസ് നടക്കുമല്ലോ ഹോട്ടൽസിന്റെ. അപ്പൊ സംഭവം കേട്ടോ ഭയങ്കര നന്നായി. 4 ദിവസം ഉണ്ട്. ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 30-ാം തീയതി വരെ. രാവിലെ തുടങ്ങി രാത്രി വരെ ഇവിടെ ഹാപ്പനിങ് ആണ്. നമുക്ക് ഈ സെൽഫിയും കൂടെ എടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് കറങ്ങി കാണാം. ആദ്യമായിട്ടാ കാണുന്നല്ലേ നേരിട്ട്. യൂസഫ് അലി സാർ ഇതേ പോകുന്നുണ്ട് കേട്ടോ. സാറാണ് വണ്ടി ഓടിക്കുന്നത്. പ്രിയ ഇവിടെ കളിച്ചു വളർന്ന സ്ഥലമാണ്. അന്നൊരു കാടായിരുന്നു, ഡെവലപ്പ് ഒന്നും ആയിട്ടില്ല. റോഡില്ല, വണ്ടിയിൽ വരണായിരുന്നു. ഒന്നുമല്ല, ഇവിടെ സ്ലൈഡ് ഉണ്ടായിരുന്നു. ആ ജനറേഷൻ വണ്ടി, കാറൊക്കെ ഓടിച്ച്. അതെ, അതെ. അതൊരു 42 കൊല്ലം മുമ്പ്. പറയാനും പാടാണല്ലോ. കളിച്ചു വളർന്ന സ്ഥലമാണ്, അറിയോ?
അയ്യോ എനിക്ക് ഞാൻ ചിൽഡ്രൻസ് പാർക്കി വന്നിട്ടുണ്ട്. അന്ന് ഇവിടെ എന്താണെന്നറിയോ, ഈ കാറും ബൈക്കൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ സൈക്കിൾ പോലെ ചവിട്ടണം. ആ ഇങ്ങനെ അതല്ല അപ്പുറത്താ. ഇങ്ങനെ നമ്മളൊക്കെ ഒരേ ജനറേഷൻ, അതുകൊണ്ട് ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചവിട്ടണം. ഇങ്ങനെയൊന്നല്ല, സൈക്കിൾ പോലെ തന്നെ ഇങ്ങനെ ചവിട്ടണ്ടേ. ഞാനും വന്നപ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒരു ആനയുടെ സ്ലൈഡ് ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ആ എനിക്ക് ഓർമ്മയുണ്ട്. ആനയുടെ സിമെന്റ് കൊണ്ടുണ്ടാക്കിയ അതെടുത്ത് മാറ്റി. പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അറിയാം, ആനയുടെ സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. തുമ്പിക്കൈ ആയിരുന്നു സ്ലൈഡ്. അതെ, തുമ്പിക്കൈ കൂടെ ഇറങ്ങണം. വേറെ കുറെ ഗെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതെ, വേദമൊക്കെ വന്നെങ്കിൽ ശരിക്കും പിള്ളേരായിട്ട് തന്നെ വരുന്ന ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണേ. ഇവിടെ അതെ എനിക്കൊന്ന് ഓരോ സെഷൻസ് നടക്കുന്നുണ്ട്, ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ട്, വാട്ടറിന്റെ ഉണ്ട്, ആൻഡ് ബ്യൂട്ടിഫുൾ കായൽ തീരം ഉണ്ട്. സംഭവം നമ്മുടെ കൊച്ചി. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ യൂസഫ് അലി സാർ ഇങ്ങോട്ട് വന്നു. എന്ത് ചെയ്യാനാ? ആ നമ്മുടെ സെൽഫി ആണെങ്കിൽ പറഞ്ഞാൽ പോരെ, ഞങ്ങൾ അങ്ങോട്ട് വരില്ലായിരുന്നു സാറേ. ഒരു അത്ഭുതമായി തോന്നിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ്. ആൻഡ് ഫൈനലി ഇവരുടെ ഒരു ഫോട്ടോ ബൂത്ത് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫോട്ടോ എടുത്ത് ഇതുപോലെ ഹാഷ് ടാഗ്സ് ഇട്ട് ഇവരെ ടാഗ് ചെയ്ത് എംഫം മാരീനെ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺടെസ്റ്റിൽ വിൻ ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. നല്ല കിടിലൻ ഫോട്ടോ നോക്കട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു. വീണുപോയി ഒന്നും കൂടെ എന്റെ ഡയലോഗില് ഒന്ന് അങ്ങോട്ട് ചാടിയാ കൊള്ളാന്നുണ്ടായിരുന്നു. ഒറ്റ തള്ളു. ഫ്രണ്ട്സ് പറഞ്ഞോണം കേട്ടോ ഈ ഡയലോഗൊക്കെ. പ്രിൻസിന്റെ അത് എങ്ങനെയൊക്കെ പ്രേമിക്കണം ഇരിക്കണം എന്ന്, അല്ലെ എങ്ങനെയൊക്കെ പ്രേമിക്കരുതെന്ന്, എങ്ങനെയൊക്കെ കുഴിക്കാണ്. അതെ സത്യം, അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതെ. അപ്പൊ ഇതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഇൻട്രൊഡക്ഷൻ. നിങ്ങൾ റീല് പോയി കണ്ടിട്ട് കമന്റ് ചെയ്യണം കേട്ടോ, എങ്ങനെയുണ്ട് ഞങ്ങളുടെ റീലെന്ന്. ഷെയർ ചെയ്യണേ. എല്ലാവരും ഷെയർ ചെയ്യണം, കാരണം അത്രയും നല്ലൊരു ഇവന്റ് ആണ്. ഇറ്റ്സ് ലൈക്ക് ലിറ്റററി, നമ്മുടെ കൾച്ചറും പോവാൻ തോന്നൂല. എല്ലാ ഏജ് ക്രൗഡ് ഉണ്ട് അല്ലേ. വയസ്സായ ഒരു അങ്കിള് മറ്റേ ലവ് ലോക്ക് സൈൻ ചെയ്യുന്നു, അതുപോലെ തന്നെ കോളേജ് പിള്ളേരും. ഇറ്റ്സ് ലൈക്ക് ബ്യൂട്ടിഫുൾ, ഒരു കുഴപ്പമില്ല, ഇറ്റ്സ് സേഫ്, വെരി ക്ലീൻ. ആ ഒരു സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. ഞാൻ ഫുഡ് സ്റ്റാൾസ് ചിക്കൻ ഒക്കെ ഉണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആൻഡ് ട്രൂലി നിങ്ങൾ ഇവിടെ എൻജോയ് ചെയ്യും വന്നു കഴിഞ്ഞാൽ. ഇവരുടെ മൂന്നാമത്തെ എവിടെ നിക്കണ്ടേ സെൽഫി. ഇങ്ങനെയാ നമ്മുടെ ക്രിയേറ്റിവിറ്റി, പക്ഷി നമ്മുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെയാണോ നല്ല സെൽഫി എടുക്കാൻ പറ്റത് അത് തന്നെ. ഇവിടെ അല്ല, അവിടെയാ നിക്കണ്ടേ. എവിടെ? മേലെ മേലെ തലയും കുത്തി താഴെ വീഴും. ആകുമ്പോഴേക്ക് ഇവിടെ ആംബിയൻസ് ശരിക്കും മാറിയിട്ടുണ്ട് അല്ലെ. ഫുൾ ആയിട്ട് ഒരു ക്രിസ്മസ് ഫീലിംഗ് സത്യം പറഞ്ഞ. അത് സത്യാട്ടാ, ക്രിസ്മസിനോട് അല്ലേ. ഇങ്ങനെ വേണം ഒരു എക്സിബിഷൻ നടത്താൻ നമ്മുടെ, അല്ലെ. നെക്സ്റ്റ് OHF ഫ്ലീ മാർക്കറ്റ് അല്ലേ. എന്താണെന്നറിയാം, ആ കൂടെ എനിക്ക് നമുക്ക് നടത്തുന്നതിലും കുഴപ്പമില്ല. ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ബാക്കിയുള്ളവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും, ബ്രാൻഡ്സും വരും. മഴ പെയ്യരുത്, അതാ എനിക്കൊരു പേടി എപ്പോഴും. അതാ അങ്ങനെ നമുക്ക് വിടാൻ പറ്റില്ലല്ലോ, അതാണ് ഒരു പ്രശ്നം. കാരണം അത്രയും ബ്രാൻഡുകാർ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നമ്മൾ എത്ര ലാക്സ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ വെതറല്ലേ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അതാണ് എനിക്ക് പേടി, ബാക്കി ഒന്നും കുഴപ്പമില്ല. മലബാർ ഹോസ്പിറ്റാലിറ്റി ജ്യൂസ് സെന്റർ, ജ്യൂസ് കുടിച്ചാലോ. കോഫി കാണാൻ സാധ്യതയില്ല. കോഫി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആര് പറഞ്ഞു? ചിക്കിങ് ഒക്കെ ഉണ്ടല്ലോ. കോഫി കിട്ടും. കോഫി എവിടെന്നെങ്കിലും ഞാൻ തപ്പി പിടിച്ചു. നമുക്ക് നടന്നിട്ട് വരാം. എനിക്ക് എന്തായാലും ഒരു ബർഗർ വേണം. എവിടെ കോഫി? ചിക്കിങ്ങിലെ മണം പിടിച്ചിട്ട്. അതെ വേണോ? ഉറപ്പാണല്ലോ. ഇവിടെ കോഫി എല്ലാം ഉണ്ട് കേട്ടോ, ഇരിക്കാനുള്ള സ്ഥലങ്ങള്. പ്രിൻസിന്റെ സമോസ ആണോ? ഓക്കെ, അപ്പൊ ഒരു 2 സമോസ വേണേ. നന്നായി ഓർഗനൈസ് ചെയ്തിട്ടുണ്ടല്ലേ. ആക്ച്വലി ഷോക്കിംഗ് അല്ലേ. ഇത്രയൊന്നും പ്രതീക്ഷയില്ല. മനോരമയൊക്കെ അല്ലേ ഓർഗനൈസ് ചെയ്യുന്നത്, അപ്പൊ പിന്നെ അവരുടെ ആ ലെവലിലല്ലേ പോവുള്ളൂ. നല്ല സ്പോൺസേഴ്സും ഉണ്ട് കേട്ടോ, ലുല്ലു മാലുക്കാസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കൊള്ളാം സമോസ. നില കേറ്ററിംഗ് ആണ്. അപ്പൊ എനിക്ക് കേറ്ററിംഗ് ഉണ്ട്, ചിക്കിങ് ഉണ്ട്, ജ്യൂസ് ഷോപ്സ് ഉണ്ട്, പാവ് ഭാജി അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. പഴംപൂരി ഉണ്ടായിരുന്നല്ലോ. സത്യവാള് കേട്ടാ, അറിഞ്ഞു ചെയ്യുന്നതാണ്, ഒരു സർപ്രൈസ് പോലെ. പ്രിൻസ് കോഫി എടുത്തില്ല? എന്താ കിട്ടിയ? പഴംപൂരിയും കിട്ടി. സത്യം പറഞ്ഞ ഇവിടെ നിന്ന് എങ്ങോട്ടും പോവാൻ തോന്നുന്നില്ല അല്ലേ, ഇവിടെ തന്നെ ഇരിക്കാൻ തോന്നുന്നു. ഞങ്ങൾ ജസ്റ്റ് നടന്ന് ഓരോ പ്രാവശ്യം നടന്ന് പോകുമ്പോ വേറെ വേറെ സാധനങ്ങൾ, ഒരുപാട് ഇൻസ്റ്റലേഷൻസ് ഉണ്ട് കേട്ടോ ഇതുപോലെ. അതാണ് ഇത്രയും ഭംഗി. ഇതൊക്കെ നമ്മള്
സാധാരണ ഇത്രയും ഭംഗിയായിട്ടൊക്കെ എബ്രോഡും അവിടെയൊക്കെ കാണാറുള്ളൂ, പക്ഷെ ഇത് അത്രയും നല്ല രീതിയില പൈസ മുടക്കി ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. ആൻഡ് ഫ്രീ എൻട്രി ആണെന്ന് തോന്നുന്നു, എൻട്രിക്ക് പൈസ ഒന്നും ഇല്ലല്ലോ. ഇറ്റ് ഈസ് ആക്ച്വലി എക്സസൈസും കൂടിയാ നടക്കുന്നത്. പിന്നെ പക്ഷെ നടക്കുന്ന അറിയത്തുമില്ല. അപ്പൊ കണ്ടു നടക്കും. നിങ്ങൾക്ക് മറ്റേ എംഫമാരിയുടെ കൗണ്ടറിലേക്ക് വരണമെങ്കിൽ നേരെ മഹാരാജാസ് കോളേജില്ലേ അതിന്റെ ഓപ്പോസിറ്റ് എൻട്രൻസിൽ കൂടെ കയറി വന്നാൽ മതിയെ. ചിൽഡ്രൻസ് പ്ലേ ഏരിയ പോലെ ഉണ്ട്, ചിൽഡ്രൻസ് പവലിയൻ കുട്ടികൾക്ക്. ഇത് ഡ്രോയിങ്, പെയിന്റിങ്, ചിൽഡ്രൻസ് സ്പീച്ചും അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളായിരിക്കും. കൊള്ളാലോ അത്. ഇത് ബാലരമ ക്വിസ് ഒക്കെയാണ്, ക്വിസ് പിന്നെ സ്റ്റോറി ടെല്ലിംഗ് പോലത്തെ ഓരോ ടൈം സ്ലോട്ട്സ് ഉണ്ട്. അടിപൊളി. ആൻഡ് ഐ തിങ്ക് സോ ഇറ്റ് ഇസ് എയർ കണ്ടീഷൻഡ് ഓൾസോ. AC ഉണ്ട്. അപ്പൊ പിന്നെ വേറെ ഒന്നും നോക്കാനില്ലല്ലോ. വന്നിരുന്നെങ്കിൽ എൻജോയ് ഇല്ല, ഇപ്പൊ കഴിഞ്ഞു. അതൊരു 5-6 o'clock വരെയൊക്കെ ഉള്ളൂ. സ്റ്റോറി ടെല്ലിങ്, പിള്ളേര് അതിന്റെ നോർമൽ പാർക്കും ഉണ്ടല്ലോ അവിടെ, അതിന്റെ ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അടിപൊളി. അകത്തൂടെ ഓട്ടോയും പോവോ? അത് കൊള്ളാലോ. അത് കൊള്ളാം. അത് ഞങ്ങൾ ഇപ്പോഴാണ്, നേരത്തെ ഇറങ്ങി പ്രിയരി കയറിയിരുന്നാല്. നല്ല പ്ലേ ഏരിയ ആണ് കേട്ടോ. ഇതൊക്കെ എന്ത് റെന്യൂവേറ്റഡും വെൽ മെയിൻറ്റൈൻഡും അല്ലേ? ഇതൊക്കെ പുതിയതാന്ന് തോന്നുന്നു. ഇതൊക്കെ പുതിയതാ, പ്രിയയുടെ കാലഘട്ടത്തിലുള്ളതല്ല. അതൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ടോ എന്റെ കാലഘട്ടത്തിൽ? അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, ഭയങ്കര തിരക്കാ. നമുക്ക് ഇറങ്ങാലോ, ആൾക്കാർക്ക് എന്തായാലും ഒരു ഐഡിയ കിട്ടി കാണും അല്ലേ? അപ്പൊ എന്തായാലും മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ഒന്ന് വന്നിട്ട് ഡാൻസ്, ടാങ്കോ ഡാൻസ് പഠിച്ചിട്ട് പോവാ, കളിക്കുക, എൻജോയ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം ലോക്ക്. നമുക്ക് എബ്രോഡ് ഒന്നും പോയില്ലെങ്കിൽ ഇവിടെയെങ്കിലും നമുക്ക് ലോക്ക് ഇട്ട് പൂട്ടാം അല്ലെ? പിന്നെ മൂന്നാമത്തത് നല്ല ഫോട്ടോ ബൂത്ത് ഇതൊക്കെ എടുക്കുക, എന്നിട്ട് ടാഗ് ചെയ്യുക ഇവരെ, സമ്മാനങ്ങൾ നേടുക. അതെ, ഓക്കെ. സോ 30th വരെ ഉള്ളൂ കേട്ടോ. അത് വേഗം വരുക, ഈ മാസം 30ാം തീയതി വരെ ഉള്ളൂ. സോ അതുകൊണ്ടാണ് ഞങ്ങളുടെ ഗോവ സീരീസിന് ഇടയിൽ വേഗം ഇത് ഇട്ടത്, കാരണം 30ാം തീയതി വരെ ഉള്ളൂ. സോ വേഗം വന്ന് ഇതൊക്കെ എൻജോയ് ചെയ്യുക. ആൻഡ് നമുക്ക് അടുത്ത വ്ളോഗ് ഗോവയിലെ കണ്ടിന്യൂസ് ആയിട്ട് കാണാം. അതുപോലെ നമ്മുടെ എക്സിബിഷൻസ് ഒക്കെ വരുന്നുണ്ട് December 6th and 7th അവന്യൂ സെന്ററിൽ. സോ അടിപൊളി സമയമാണ് ഈ ഡിസംബർ. ഇസ് ഗോയിങ് ടു ബി സോ ഹാപ്പി ആൻഡ് ഫെസ്റ്റീവ്. സോ ഹോപ്പ്ഫുള്ളി യു ഗൈസ് എൻജോയ് ടുഡേസ് വ്ളോഗ്. നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.